ഹായ്, വൈദ്യരാജ്യ ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വോയേജർ പേടകങ്ങളിൽ ബാറ്ററിക്ക് പകരം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന RTG കാറ്ററിജുകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. 1977 വിക്ഷേപിച്ച വോയേജർ 1 ലും 2 ലും ഇലക്ട്രിസിറ്റി ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. വിക്ഷേപിച്ച സമയത്ത് ഏകദേശം 12 ഫാൻ വർക്ക് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി അതിനകത്ത് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ 48 വർഷം കഴിഞ്ഞ് ഏകദേശം 8 ഫാൻ വർക്ക് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. ആ വീഡിയോ ഇതുവരെ കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ അതിപ്പോഴും ഉണ്ട്. അത് ആദ്യം ഒന്ന് കാണുക, ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംശയം ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പോഴുള്ള ദൗത്യങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എന്നാണ്. കാരണം നമ്മൾ ചന്ദ്രനിൽ അയക്കുന്ന പേടകൾ മിക്കതും 14 ദിവസം മാത്രമാണ് അതിന്റെ ആയുസ്. അത് കഴിയുമ്പോൾ അവിടെ 14 ദിവസം രാത്രി ആയത് കാരണം പിന്നീട് വർക്ക് ചെയ്യില്ല. എന്തുകൊണ്ട് ഈ ടെക്നോളജി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് പലരും ചോദിച്ചത്. അതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത്, നമ്മൾ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ശുക്രനിലേക്കൊക്കെ അയക്കുന്ന പേടകൾ ധാരാളം സൂര്യപ്രകാശം കിട്ടും. അത് കാരണം തന്നെ നമുക്ക് സോളാർ പാനൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. സോളാർ പാനൽ ഉപയോഗിക്കുന്നതിന്റെ ഏകദേശം 10,000 മടങ്ങെങ്കിലും ചിലവേറിയതാണ് ഈ RTG കാറ്ററിജുകൾ. അത് കാരണം തന്നെ ഇതിന്റെ വില ഒരു പ്രധാന പ്രശ്നമാണ്. എന്നാൽ നമ്മൾ ചന്ദ്രനിലേക്ക് 100 കണക്കിന് കോടി ഡോളർ ചിലവാക്കി വിടുന്ന ദൗത്യങ്ങൾ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല എന്നൊരു പ്രധാന ചോദ്യമാണ്. അതിനുള്ള പ്രധാന കാരണം ഇതാണ്. നമ്മൾ ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ എന്ന് വെച്ചാൽ ഭാവിയിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് മറ്റൊരു ജീവിയെയും, ഒരു സൂക്ഷ്മ ജീവിയെയോ വൈറസിനെയോ ബാക്ടീരിയയോ ഫംഗസുകളെയോ ഒന്നും കൊണ്ടുപോകുന്നില്ല. എല്ലാം നമ്മൾ കൃത്യമായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ്, അണുവിമുക്തമാക്കിയിട്ടാണ് അയക്കുന്നത് എല്ലാ പേടകങ്ങളും. എന്നാൽ അതേ സമയം തന്നെ ഈ RTG കാറ്ററിജ് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ റേഡിയോ ആക്റ്റീവ് മൂലകളാണ് അവിടെ ഉണ്ടാവുക. ഇത് ഭാവിയിലുള്ള ദൗത്യങ്ങൾക്ക് ഒരു ഭീഷണിയാവും. അങ്ങോട്ട് ആ ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റാതെയാവും. അത് കാരണം തന്നെ ഒരു ഗവൺമെന്റ് ഏജൻസികളും സ്പേസ് ഏജൻസികളും ഇതിന് അപ്രൂവൽ കൊടുക്കില്ല. എന്നാൽ നമ്മൾ ചില സെലക്റ്റീവ് ആയിട്ടുള്ള ദൗത്യങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത വ്യാഴത്തിലേക്കും ശനിയിലേക്കും പ്ലൂട്ടോയിലേക്കും ഒക്കെ അയക്കുന്ന പേടകങ്ങൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. വൈക്കിങ്, ന്യൂ ഹൊറൈസൺ, കാസിനി ഹോജൻസ്. എന്നാൽ ചൊവ്വയിൽ അയച്ചിരിക്കുന്ന 2 ദൗത്യങ്ങളിലും ഇത് വൈക്കിങ്, മാർസ് 2020 എന്നീ ദൗത്യങ്ങൾ. പക്ഷെ അത് മാർസിൽ നിക്ഷേപിച്ചില്ല, അതിന് പകരം അതിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ചന്ദ്രനിലേക്ക് ഇത് അയച്ചിട്ടുണ്ട്, അപ്പോളോ ദൗത്യങ്ങൾ. പക്ഷെ അന്ന് അത് അവിടെ നിക്ഷേപിച്ചില്ല, പകരം അത് തിരികെ ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഇതാണ് ഇതിന് പ്രധാനമായിട്ടുള്ള 2 കാരണങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി വൈദ്യരാജ്.